നിങ്ങൾക്ക് യേശുവിൻ്റെ ഹൃദയമുള്ളവരായിട്ട് മാറണം. ഒരു സ്വർഗീയ സന്തോഷവും കൃപയും ജീവിതത്തിൽ നിറയണം എങ്കിൽ ക്ഷമിക്കുന്നവരായിട്ട് മാറുക. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നു. ഭർത്താവിനെതിരെ കുറച്ച് കഠിനമായൊരു തെറ്റ് ഭാര്യ ചെയ്തു. അവസാനം സംസാരത്തിന് ഒടുവിൽ ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ, എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കേട്ടോ, ഭർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി എന്ന് ക്ഷമിക്കണമെന്ന് യാചിച്ചു. അത്രയും നേരം കല്ല് പോലെ നിന്നിരുന്ന ഭർത്താവ് ആ നിമിഷം കരയാൻ തുടങ്ങി. ഭാര്യയെ കൈപിടിച്ചുയർത്തി കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ മുഖമാണ് കണ്ടത്. ക്ഷമിക്കാൻ പറ്റുന്നവരൊക്കെ ഈശോയുടെ മുഖമുള്ളവരും ഹൃദയമുള്ളവരായിട്ട് മാറും. ക്ഷമിക്കണം കേട്ടോ, ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. വചനമുണ്ടല്ലോ, ലൂക്കാ 22:34 യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. അറിയാത്തത് കൊണ്ടാണ്, പാപത്തെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് തെറ്റുപറ്റിപ്പോണേ. വിട്ടുകളാന്നേ, മനുഷ്യരല്ലേ, തെറ്റുപറ്റിപ്പോകാറില്ലേ നമുക്കൊക്കെ. ക്ഷമിക്കാം, യേശുവിനെ പോലെയാകാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ക്ഷമിക്കാൻ കൃപ നൽകണമേ എന്ന്. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ.